ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം ചെയ്യുന്നത് തണ്ണിമത്തൻ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അതിന് ഞാൻ 1.5 കപ്പ് തണ്ണിമത്തൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചിയ സീഡും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെച്ചാൽ നന്നായിട്ട് വീർത്ത് വരും. അതിനുശേഷം നമുക്ക് ഈ ഡ്രിങ്കിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇത്. ഇനി ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആറ് ഏലക്കായുടെ കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇതോടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 250 ml 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസ് കട്ട ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് മിക്സി ജാറിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ മിക്സി ജാറിലേക്ക് ഈ പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തനും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിയ സീഡ് കുതിർത്തി വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഐസ് പൊടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചെടുത്ത ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയാണ്. ഈ ഡ്രിങ്ക് നമുക്ക് ചൂട് സമയത്തോ അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്തോ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ജെല്ലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറി ഫ്ലേവറിലുള്ള ജെലാറ്റിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാക്കറ്റിൽ കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഒരു പാനിലേക്ക് 460 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടിൽ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഞാനിത് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ സെറ്റ് ആയിക്കോളും. ഇതിന് തണുപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു 10-12 ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്കൊരു 6 ഏലക്കായുടെ കുരുവാണ് എടുത്തിരിക്കുന്നത്. അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതപ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ചിയ സീഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുതിരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആൽമണ്ട് ഷുഗറും കൂടി പൊടിച്ചു വെച്ചല്ലോ, ആ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കസ്റ്റാർഡ് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. ഇനി ഇത് കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായി ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കണം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കൈ എടുക്കാതെ ഇളക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാനിപ്പോൾ പുറത്ത് തന്നെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെല്ലി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാലിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിയ സീഡ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജെല്ലിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രിങ്കിലേക്ക് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള 2 ഡ്രിങ്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.